ഇവര് ചെന്നൈയിലാണ് ഇവരുടെ മെയിൻ ക്യാമ്പസ് എന്ന് നമുക്കറിയാം. അതെ. ചെന്നൈ കൂടാതെ തമിഴ്നാട്ടിൽ വേറെ എവിടെയൊക്കെയാണ് ഒരു ക്യാമ്പസുകളുള്ളത്? അതായത് ഇത് മെയിൻ ക്യാമ്പസ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ ക്യാമ്പസ്. മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് കാത്തങ്കളത്തൂർ എന്ന് പറയും. റെയിൽവേ സ്റ്റേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏത് സ്ഥലത്തേക്ക് ബസ് പോകണമെങ്കിലും ദേ ആർ സ്റ്റോപ്പിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോങ് റോഡ് ബസ്. ദിസ് ഇസ് ദ മെയിൻ ഹൈവേ ഇറ്റ്സ്. എൻ്റെ എയർപോർട്ടിൽ നിന്നൊരു 17 കിലോമീറ്ററേ ഇത് യൂണിവേഴ്സിറ്റി ഉള്ളൂ. പിന്നെ രാമപുരം ക്യാമ്പസ് ഉണ്ട്, ട്രിച്ചി ക്യാമ്പസ് ഉണ്ട്. ഈ രണ്ടുമാണ്. പിന്നെ ഒരു 2-3 ക്യാമ്പസ് പുറത്തായിട്ടും അവർക്കാണ്. യെസ്. അപ്പം ഈ SRM-ലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാം, പ്രധാനമായിട്ടും UAE-യിൽ നിന്നാണ് നമ്മൾ കുട്ടികളെ SRM-ന് വേണ്ടി ഓതറൈസ്ഡ് അഡ്മിഷൻ പാർട്ണർ. ദുബായിലത്തെ എക്സ്പോവും അതാണ് സാർ നേരത്തെ എക്സ്പോന്റെ കാര്യം പറഞ്ഞിരുന്നത്. ധാരാളം കുട്ടികൾ എൻക്വയറീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ UAE നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് സ്റ്റഡിയിങ്ങിന്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ SRM-നെ കൊണ്ടുവരുന്നു. അപ്പോൾ SRM-ലേക്ക് ഒത്തിരി കുട്ടികൾ ഇന്ന് അഡ്മിഷൻ എടുക്കുന്നു. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഇതിപ്പോ നമ്മുടെ വെബ്സൈറ്റിൽ പോയാലോ, ഇപ്പോൾ JB EduFlyയുടെ ഓതറൈസ് പാർട്ണറാക്കി എഴുതി വെച്ചിരിക്കുന്നു UAE. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു QR കോഡ് ഉണ്ട്. ജസ്റ്റ് സ്കാൻ ചെയ്യാം. നമുക്ക് ഈ വീഡിയോയിലും ആ QR കോഡ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർക്ക് അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി ടു ദ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പാൽ എന്ന് പറയും, ഫസ്റ്റ് അവർക്കൊരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ വരും. +2ന്റെ മാർക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. വരുന്നതിന് മുന്നേ അവർക്ക് ചെയ്യാൻ പറ്റും. സ്കൂളിൽ നിന്ന് ഒരു പ്രഡിക്റ്റഡ് മാർക്ക് ലിസ്റ്റ് വേണമെങ്കിൽ മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രോസസ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് അതിന്റെ അനുസരിച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വെക്കാം. ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫീസ് അടച്ചുകൊണ്ട് തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഇനി എന്തെങ്കിലും കാരണവശാൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ UGC കൃത്യമായ റൂൾ ഉണ്ട്, അവർക്ക് സെപ്റ്റംബറിന് മുന്നേ തന്നെ ഫീസ് റീഫണ്ട് ചെയ്യുന്ന ഓപ്ഷനും. ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് മാറേണ്ടി വന്നു, അല്ലെങ്കിൽ ഇവർ പറയുന്ന ക്രൈറ്റീരിയ പാലിക്കാൻ പറ്റും. പിന്നെ സ്കോളർഷിപ്പ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഏകദേശം 70, അതായത് നമുക്കിപ്പോൾ ഒരു 40% വരെ NRI സ്റ്റുഡൻസിന് ഇപ്പൊ സ്കോളർഷിപ്പ് കൊടുക്കുന്നു. അപ്പൊ അവർക്കത് നേരത്തെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. റിസൾട്ടിന് മുന്നേ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും, അപ്ലൈ ചെയ്യുന്നതായിരിക്കും അവരെ സംബന്ധിച്ച് ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്തിടുക. അതിനുശേഷം വരുന്ന ഫീസ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെല്ലാം ഗൈഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം റീഫണ്ടും അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ.